ഇഷ്യൂസ് ഇൻ നോളജ് റെപ്രസെൻറ്റേഷൻ നമ്മൾ ബ്രീഫായിട്ട് പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇഷ്യൂസ്? ആർ ദെയർ എനി അട്രിബ്യൂട്ട്സ് ഓഫ് ഒബ്ജക്ട്സ് സോ ബേസിക് ദാറ്റ് ദേ ഒക്കർ ഇൻ ഓൾമോസ്റ്റ് എവറി പ്രോബ്ലം ഡൊമൈൻ? എല്ലാ പ്രോബ്ലം ഡൊമൈനിലും കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും അട്രിബ്യൂട്ട്സ് ഉണ്ടോ? രണ്ടാമത്തെ എന്താണ്? ആർ ദെയർ എനി ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്സ് ദാറ്റ് എക്സിസ്റ്റ് എമംഗ് അട്രിബ്യൂട്ട്സ് ഓഫ് ഒബ്ജക്ട്സ്? അട്രിബ്യൂട്ട്സ് ഓഫ് ഒബ്ജക്ട്സിനിടയ്ക്ക് ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്സ് ഉണ്ടാവാറുണ്ടോ? ഇനി അടുത്തത്, അറ്റ് വാട്ട് ലെവൽ നോളജ് ഷുഡ് ബി റെപ്രസെൻറ്റഡ്? ഈസ് ദർ എ ഗുഡ് സെറ്റ് ഓഫ് പ്രിമിറ്റീവ്സ് ഇൻ വിച്ച് ഓൾ നോളജ് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ? ഈസ് ഇറ്റ് ഹെൽപ്ഫുൾ ടു യൂസ് സച്ച് പ്രിമിറ്റീവ്സ്? ഏത് ലെവലിൽ വേണം നോളജ് റെപ്രസെൻറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എത്ര കുഞ്ഞായിട്ടാണ് അല്ലെങ്കിൽ എത്ര ഗ്രാനുലർ ആയിട്ടാണ് നോളജ് റെപ്രസെൻറ്റ് ചെയ്യാൻ? അടുത്ത, ഹൗ ഷുഡ് സെറ്റ്സ് ഓഫ് ഒബ്ജക്ട്സ്, എങ്ങനെയാണ് ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്? ഇനി അടുത്തത്, ഗിവൺ എ ലാർജ് എമൗണ്ട് ഓഫ് നോളജ് സ്റ്റോർഡ് ഇൻ ഡേറ്റാബേസ് ഹൗ ക്യാൻ റെലവൻറ്റ് പാർട്സ് ബി ആക്സസ്ഡ് വെൻ ദേ ആർ നീഡഡ്? ഒരു വലിയ ഡേറ്റാബേസിൽ നിന്ന് എങ്ങനെ നോളജ് റിക്കവർ ചെയ്യുക? ഇതൊക്കെയാണ് ഇഷ്യൂസ് ഇൻ നോളജ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറച്ച് ഭാഗമാണ് നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് അട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഈ നോളജ് റെപ്രസെൻറ്റേഷനിലുള്ള എല്ലാം ഉള്ളതാണ് ഇൻസ്റ്റൻസും ഈസയും. ഓക്കെ, ഇൻസ്റ്റൻസും ഈസയും എന്താണ്? രണ്ട് ഇമ്പോർട്ടൻറ്റ് അട്രിബ്യൂട്ട്സ് ആണ് പൊതുവേ നോളജ് റെപ്രസെൻറ്റേഷനിൽ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത നമുക്ക് പറയാവുന്നത് റിലേഷൻഷിപ്സ് എമംഗ് അട്രിബ്യൂട്ട്സ് ആണ്. ഈ അട്രിബ്യൂട്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിന് വേണ്ട ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സസ് ആണ്, പിന്നെ എക്സിസ്റ്റൻസ് ഇൻ എ ഈസി ഹൈറാർക്കി, പിന്നെ ടെക്നിക് ഫോർ റീസണിങ് അബൌട്ട് വാല്യൂ സിംഗിൾ വാല്യൂഡ് അട്രിബ്യൂട്ട്സ്. അതിൽ ഇൻവേഴ്സസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എൻറ്റിറ്റീസ് ഇൻ ദ വേൾഡ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ ഇൻ മെനി ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ ഓരോ സംഭവം വേറൊന്നുമായിട്ട് ഒരുപാട് തരത്തിൽ റിലേറ്റഡ് ആയിരിക്കും. അട്രിബ്യൂട്ട്സ് ആർ ദോസ് റിലേഷൻഷിപ്സ് നമുക്ക് പറയാം. ഇനി അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നമ്മൾ പറയും ഇൻസ്റ്റൻസ്, ഈസി, ടീം, ഇതൊക്കെ അട്രിബ്യൂട്ട്സിന് എക്സാമ്പിളാണ്. ഈച്ച് ഓഫ് ദീസ് എന്നാണ് ഓരോ അട്രിബ്യൂട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഐഡൻറ്റിറ്റിക്ക് ഇടയ്ക്ക് എന്തായിരിക്കും? ഒരു ഡയറക്റ്റഡ് ആരോ കാണിച്ചിട്ടായിരിക്കും നമ്മൾ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ചില കാര്യത്തിൽ സിമെട്രിക് ആയിരിക്കില്ല റിലേഷൻ, ചിലത് സിമെട്രിക് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ രണ്ട് സിബ്ലിങ്സിൻ്റെ പേരാണ് കൊടുക്കുന്നതെങ്കിൽ സിബ്ലിങ്സിന് എഴുതി നമുക്ക് മനസ്സിലാവും. ഒരാളുടെ സിബ്ലിംഗ് ആണെങ്കിൽ മറ്റേ ആളും സിബ്ലിംഗ് ആണ്. അതേസമയം ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഉദാഹരണത്തിന് അടുത്ത എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ഈസ് ടു റെപ്രസെൻറ്റ് റിലേഷൻസ് ബോത്ത് റിലേഷൻഷിപ്സ് ഇൻ എ സിംഗിൾ റെപ്രസെൻറ്റേഷൻ ദാറ്റ് ഇഗ്നോർസ് ഫോക്കസ്. രണ്ട് കാര്യങ്ങൾ നമ്മളെ റിലേഷൻഷിപ്പ് ജസ്റ്റ് ചുമ്മാ റെപ്രസെൻറ്റ് ചെയ്യാൻ. ടീം, PV റീസ്, ബ്രൂക്ലിൻ ഡോഡ്ജേഴ്സ്. അപ്പോൾ നമുക്കറിയാം ഇത് എന്ന് പറയുന്നത് ഒന്നീ ആദ്യത്തെ ആളെക്കുറിച്ച് അല്ലെങ്കിൽ ബ്രൂക്ലിൻ ഡോഡ്ജേഴ്സിനെ പറ്റിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന്. ഇനി നമുക്ക് രണ്ടാമത് എന്ത് ചെയ്യുക? ടു യൂസ് അട്രിബ്യൂട്ട്സ് ആൻഡ് ഫോക്കസ് ഓൺ എ സിംഗിൾ എൻറ്റിറ്റി ബട്ട് ടു യൂസ് ദം ഇൻ പെയർസ്, വൺ ദ ഇൻവേഴ്സ് ഓഫ് ദ അതർ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് അതാണ് ഈ പറഞ്ഞ ഇൻവേഴ്സസ്, അങ്ങനെ പെയറായിട്ട് ഉപയോഗിക്കാം. പെയറായിട്ട് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ്? വൺ അസോസിയേറ്റഡ് വിത്ത് PV റീസ്, ടീം ഈസ് ഈക്വൽ ടു ബ്രൂക്ലിൻ ഡോഡ്ജേഴ്സ് എന്ന് എഴുതാം. അടുത്തത്, വൺ അസോസിയേറ്റഡ് വിത്ത് ബ്രൂക്ലിൻ ഡോഡ്ജേഴ്സ്, ടീം മെമ്പേഴ്സ് ആരൊക്കെയാണ്? PV റീസ് ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു പെയർ ഓഫ് ഇൻഫർമേഷനായിട്ടും എഴുതാൻ പറ്റും. ദിസ് ഈസ് ദ അപ്രോച്ച് ദാറ്റ് ഇസ് ടേക്കൺ ഇൻ സെമാൻറ്റിക് നെറ്റ് ആൻഡ് ഫ്രെയിം ബേസ്ഡ് പ്രോബ്ലം. Okay, when it is used, it is usually accompanied by knowledge acquisition tool that guarantees the consistency of inverse loads by forcing them to be declared, checking them each time a value is added to one attribute and the corresponding value is added to the inverse. ഓക്കെ, അപ്പോൾ ഈ ഒരു പെയർ ഓഫ് അട്രിബ്യൂട്ട്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ആൻ ഈസി ഹൈറാർക്കി ഓഫ് അട്രിബ്യൂട്ട്സ്. നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഈസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്ന ഒരാൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് അട്രിബ്യൂട്ട് ഹൈറ്റ് ആണെന്ന് കൊടുത്തിരിക്കുന്നത് വിചാരിച്ചു. അപ്പോൾ നമുക്കറിയാം അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി സ്പെഷ്യലൈസേഷൻ ഓഫ് മോർ ജനറൽ അട്രിബ്യൂട്ട് ഫിസിക്കൽ സൈസിൻ്റെ ഒരു അട്രിബ്യൂട്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വേണം? ഒരു വാല്യൂ കൊടുക്കുമെന്നറിയാം. അതെന്ത് സപ്പോർട്ട് ചെയ്യും? അതുപോലെ ദീസ് ജനറലൈസേഷൻ സ്പെഷ്യലൈസേഷൻ റിലേഷൻഷിപ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ അട്രിബ്യൂട്ട്സ്, സെയിം റീസൺ ദാറ്റ് ദേ സപ്പോർട്ട് ഇൻഹെറിറ്റൻസ്. ഓക്കെ, അപ്പോൾ ഒരു ഇൻഫർമേഷൻ ഇൻഹെറിറ്റ് ചെയ്യാൻ ഒരു പ്രത്യേക വാല്യൂ കൊടുത്താൽ ഇൻഹെറിറ്റ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കും? അതിന് ഈസി ഹൈറാർക്കി ഓഫ് അട്രിബ്യൂട്ട്സ് ഉപയോഗിക്കാം. പിന്നെ ടെക്നിക്സ് ഫോർ റീസണിങ് അബൌട്ട് വാല്യൂസ്. ഇനി ചില വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? വാല്യൂസ് ഓഫ് അട്രിബ്യൂട്ട്സ് ഡയറക്റ്റ്ലി സ്പെസിഫൈ ചെയ്യണം നോളജ് ബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഉദാഹരണത്തിനായിട്ട് നമുക്ക് പറയുന്നത് ഒരു ബേസ് ബോളിൻ്റെ എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ഇൻഫർമേഷൻ അബൌട്ട് ദ ടൈപ്പ് ഓഫ് വാല്യൂ വേണം. പിന്നെ എന്താണ്? കൺസ്ട്രെയിൻസ് ഓൺ ദ വാല്യൂ വേണം. എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഒരാൾ ഇത്ര വയസ്സിന് മുകളിൽ കളിക്കാൻ പറ്റില്ല, അപ്പോൾ കൺസ്ട്രെയിൻസ് ഓൺ വാല്യൂ കാണും. പിന്നെ ആളുടെ ഹൈറ്റ് കാണും. അപ്പോൾ ഇൻഫർമേഷൻ ഓഫ് ദ ടൈപ്പ് ഓഫ് വാല്യൂ ഉണ്ട്. റൂൾസ് ഫോർ കമ്പ്യൂട്ടിങ് ദ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബാക്ക്വേർഡ് റൂളും ഫോർവേഡ് റൂളും. മീൻസ് ബാക്ക്വേർഡ് റൂളിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ദീസ് റൂൾസ് ആൻഡ് ഓൾസോ ഈഫ് നീഡഡ് റൂൾസ് എന്ന് പറഞ്ഞ്. അതുപോലെ എന്താണ്? റൂൾസ് ഡിസ്ക്രൈബ് ആക്ഷൻസ് ഉണ്ട്, അതിന് നമ്മൾ എന്ത് ചെയ്യും? ഫോർവേഡ് റൂൾസ് എന്ന് പറയും. അതിന് ഈഫ് ആഡഡ് റൂൾസ് എന്ന് പറയും.
ഓക്കെ. അപ്പോൾ വാല്യൂസിനെ കുറിച്ച് ഓരോ പ്രോഗ്രാമിനും കൊടുക്കാവുന്ന വാല്യൂസിനെ കുറിച്ച് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ വേണം. പിന്നെ സിംഗിൾ വാല്യൂഡ് അട്രിബ്യൂട്ട്സ് ആണ്. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാര്യം എന്താണ്, ഒറ്റ യൂണീക്ക് വാല്യൂ എടുക്കാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം ഇൻട്രൊഡ്യൂസ് ആൻ എക്സ്പ്ലിസിറ്റ് നൊട്ടേഷൻ ഫോർ ടെമ്പററി ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തിന് നമ്മൾ ഒരേ സമയം 2 വാല്യൂ ഒരിക്കലും അസൈൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ അസ്യൂം ദാറ്റ് ഓൺലി ടെമ്പററി ഇൻ്റർവൽ ദാറ്റ് ഈസ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് നൗ. അപ്പോൾ സാധാരണ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്, പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്ത് എന്ത് ചെയ്യും, പഴയ വാല്യൂ തന്നെ പൊക്കോളും. പിന്നെ പ്രൊവൈഡ്സ് നോ എക്സ്പ്ലിസിറ്റ് സപ്പോർട്ട്. ഈ 3 കാര്യമാണ് സിംഗിൾ വാല്യൂഡ് അട്രിബ്യൂട്ട്സ് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത. ഇനി അടുത്ത ഇഷ്യൂ എന്താണ്, ചൂസിങ് ദ ഗ്രാനുലാരിറ്റി ഓഫ് റെപ്രസെൻറ്റേഷൻ. ഒരു വലിയ പ്രോബ്ലം എത്ര ചെറുതാക്കി അല്ലെങ്കിൽ എത്ര സ്പ്ലിറ്റാക്കി റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതാണ് പറയുന്നത്. ജോൺ സ്പോട്ടഡ് സൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ത് പറയും, സ്പോട്ടഡ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഏജൻറ്റ് ജോൺ എന്ന് പറയും, ഒബ്ജക്റ്റ് സൂ എന്ന് എഴുതും. പക്ഷേ ഹൂ സ്പോട്ടഡ് സൂ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉത്തരം കിട്ടും. പക്ഷേ ഡിഡ്സ് ജോൺ സീ സൂ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് ഉത്തരം കിട്ടില്ല. കാര്യം എന്താണ്, ഈ സ്പോട്ടഡും സോയും ഒരേ വാക്കാണെന്ന് കമ്പ്യൂട്ടറിന് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും, സ്പോട്ടഡ് XY ഇംപ്ലൈസ് സോ XY എന്ന് കൊടുക്കേണ്ടി വരും. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു തരത്തിൽ ഈ സ്പോട്ടിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ ബ്രാക്കറ്റിൽ ഏജൻറ്റ് ജോൺ ഒബ്ജക്റ്റ് സൂ ടൈം സ്പാൻ ബ്രീഫ്ലി. അപ്പോൾ കമ്പ്യൂട്ടറിന് എന്ത് മനസ്സിലാവും, ജോൺ സൂവിനെ കണ്ടെന്ന് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഒരു വലിയ പ്രോബ്ലത്തിന് അല്ലെങ്കിൽ വലിയ സ്റ്റേറ്റ്മെൻറ്റിനെ എത്ര ഗ്രാനുലറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നോളജ് റെപ്രസെൻറ്റേഷൻ അതൊരു ഇഷ്യൂ ആണ്, എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ദ മേജർ അഡ്വാൻറ്റേജ് ഓഫ് കൺവേർട്ടിംഗ് ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ യുവർ റെപ്രസെൻറ്റേഷൻ ഇൻ ടേംസ് ഓഫ് സ്മോൾ സെറ്റ് ഓഫ് primitives is that rules that are used to derive inferences from that knowledge need be written only in terms of the primitives rather than in terms of many ways in which knowledge may originally have appeared. അപ്പം ഈ ഓരോ കുഞ്ഞ് സബ്സെറ്റിന് വേണ്ടി മാത്രം റൂൾസ് നോക്കിയാൽ മതിയായിരിക്കും. ഓക്കെ. ഇതിൽ റെഡൻഡൻറ്റ് റെപ്രസെൻറ്റേഷൻസ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ലോ ലെവൽ പ്രിമിറ്റീവ്സിനെതിരെയും ഒരുപാട് ആർഗ്യുമെൻ്റ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് സ്പേസ് വേണ്ടി വരും ഇല്ലേ, ഒരുപാട് ബ്രോക്കൺ ഡൗൺ ചെയ്താൽ അപ്പോൾ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ചിലപ്പോൾ വേസ്റ്റായി പോകും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബട്ട് റിലേറ്റഡ് പ്രോബ്ലം ഇസ് നോളജ് ഈസ് ഇനിഷ്യലി പ്രസൻറ്റഡ് ടു സിസ്റ്റം ഇൻ എ റിലേറ്റീവ്ലി ഹൈ ലെവൽ ഫോം. സാറിന് ഇംഗ്ലീഷാണ് എഴുതുന്നത്, അപ്പോൾ അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, പ്രിമിറ്റീവ് എന്ന് വെച്ചാൽ ഒരു ചെറിയ ലെവലിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നോളജിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്, ദ തേർഡ് പ്രോബ്ലം വിത്ത് ദ യൂസ് ഓഫ് ലോ ലെവൽ പ്രിമിറ്റീവ്സ് ഇൻ മെനി ഡൊമൈൻസ് ഈസ് നോട്ട് ക്ലിയർ. ചിലപ്പം ചെറിയൊരു കാര്യങ്ങൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റായിട്ട് കൊടുക്കുമ്പോൾ അതിൽ ക്ലിയർ ആയിരിക്കില്ല. ഉദാഹരണത്തിന് മേരി എന്ന് എഴുതിയിട്ട് നമ്മളെന്താണ് സ്യൂസ് കസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനുണ്ടോ, കസിൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കാം, ഇപ്പോൾ അമ്മയുടെ സഹോദരൻ്റെ മക്കളാകാം, അച്ഛൻ്റെ സഹോദരൻ്റെ മക്കളാകാം, ഓക്കെ, അച്ഛൻ്റെ സഹോദരിയുടെ മക്കളാകാം, അമ്മയുടെ സഹോദരിയുടെ മക്കളാകാം. അപ്പം കമ്പ്യൂട്ടർ മൊത്തത്തിൽ എന്തായിരിക്കും, കൺഫ്യൂഷനായിരിക്കും. അതും നോളജ് റെപ്രസെൻറ്റേഷനിലെ ഒരു ഇഷ്യൂ ആണ്. നമുക്കിനി അടുത്ത എന്താ പറയുന്നത്, one way of looking at the question of whether there is a good set of low level primitives is that it is a question of the existence of a unique representation. അതുപോലെ ഒരു ചെറിയ പ്രിമിറ്റീവ് ഉണ്ടെങ്കിൽ അത് ഒരു യൂണീക്ക് റെപ്രസെൻറ്റേഷൻ ആണോ എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഒരു തരത്തിലാണോ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇനി നാലാമത്തെ ഇഷ്യൂ എന്താണ്, റെപ്രസെൻറ്റിങ് സെറ്റ്സ് ഓഫ് ഒബ്ജക്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ എത്ര ചെറുതായിട്ട്, ഗ്രാനുലാരിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ചെറുതായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത റെപ്രസെൻറ്റിങ് സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ആളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഒരു സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള റൂൾസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് പറയാം, ദെയർ ആർ മോർ ഷീപ്പ് ദാൻ പീപ്പിൾ ഇൻ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെറ്റിനെയാണ് കാണിക്കുന്നത്. അതിൽ ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ക്യാൻ ബി ഫൗണ്ട് ഓൾ ഓവർ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് 3 തരത്തിൽ നമുക്ക് സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം. എന്തൊക്കെയാണ്, ആദ്യത്തെ ജസ്റ്റ് നെയിം കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റിൽ എല്ലാവരുടെ പേര് എഴുതി ഒരു സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം, ഒരു ലിസ്റ്റാക്കി കൊടുക്കാം. ഓക്കെ, ഒരു ജസ്റ്റ് ഒരു നെയിം കൊടുത്തിട്ട് ഇപ്പോൾ ബേസ്ബോൾ പ്ലെയർ എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. പിന്നെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, സ്റ്റേറ്റ് എ ഡെഫിനിഷൻ ആൻഡ് സെറ്റ് ഓഫ് എ സെറ്റ് ആൻഡ് ഇറ്റ്സ് എലമെൻറ്റ്സ് എന്നാൽ ലിസ്റ്റ് ചെയ്യാം മെമ്പേഴ്സിന്. അങ്ങനെ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയും എക്സ്റ്റൻഷണൽ ഡെഫിനിഷൻ എന്ന് പറയും. രണ്ടാമത് സെക്കൻഡ് ഈസ് ടു പ്രൊവൈഡ് റൂൾ ദാറ്റ് വെൻ എ പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഈസ് ഇവാലുവേറ്റഡ് റിട്ടേൺസ് ട്രൂ ഓർ ഫോൾസ് ഡിപ്പെൻഡിങ് ഓൺ വെദർ ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ സെറ്റ് ഓർ നോട്ട്. സച്ച് എ റൂൾസ് കോൾഡ് ഇൻറ്റൻഷണൽ ഡെഫിനിഷൻ. ഒന്നേ എന്തായിട്ട് പേര് എഴുതിയിട്ട് ലിസ്റ്റ് കൊടുക്കാം. രണ്ടാമത് എന്ത് ചെയ്യാം, ഒരു എലമെൻറ്റ് കൊടുത്തിട്ട് ചോദിക്കാം ആ എലമെൻറ്റ് ആ ലിസ്റ്റിലാണോ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻറ്റൻഷണൽ ഡെഫിനിഷൻ. ആ ഇൻറ്റൻഷണൽ ഡെഫിനിഷൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൈം നമ്പർ എഴുതും. നമുക്ക് എല്ലാ പ്രൈം നമ്പറിൻ്റെയും സെറ്റ് അറിഞ്ഞൂടാ, പക്ഷേ ഒരു നമ്പർ തന്നാൽ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റും പ്രൈം നമ്പർ ആണോ ഇല്ലയോ എന്ന് ഇല്ലേ. അപ്പോൾ ഇൻറ്റൻഷണൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരുടെയും പേര് എഴുതാൻ പറഞ്ഞാൽ അത് എക്സ്റ്റൻഷണൽ ഡെഫിനിഷൻ, നമുക്ക് ഓൾറെഡി അറിയാൻ ലിസ്റ്റും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് നോളജ് റെപ്രസെൻറ്റേഷനിലെ പ്രശ്നങ്ങൾ. പലതരം റെപ്രസെൻറ്റേഷൻസ് ആവശ്യം വരും സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് അടുത്ത പറയുന്നത് എന്താണ്, ഫൈൻഡിങ് ദ റൈറ്റ് സ്ട്രക്ചേഴ്സ് ആസ് നീഡഡ്.
ഇനി റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴും എന്ത് വേണം, റൈറ്റ് സ്ട്രക്ചേഴ്സും വേണം. ഉദാഹരണത്തിന് ഒരു സ്ക്രിപ്റ്റ് നിങ്ങളുടെ അടുത്ത് ഞാൻ വായിക്കുകയാണ്, നിങ്ങൾ മനുഷ്യരായിട്ട് മനസ്സിലാവും, പക്ഷേ കമ്പ്യൂട്ടറിന് മനസ്സിലാകത്തില്ല. ജോൺ വെൻ ടു സ്റ്റീക്ക് ആൻഡ് അലൈൻ ലാസ്റ്റ് നൈറ്റ്, ഹി ഓർഡർഡ് എ ലാർജ് പ്രയർ, സ്റ്റീക്ക് പെയ്ഡ് ഹിസ് ബിൽ ആൻഡ് ലെഫ്റ്റ്. ഡിഡ് ജോൺ ഈറ്റ് ഡിന്നർ ലാസ്റ്റ് നൈറ്റ് എന്ന് കമ്പ്യൂട്ടറിന് ചോദിച്ചാൽ, ഇത് ഈ സ്റ്റീക്ക് ആൻഡ് അലൈൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൻ്റെ പേരാണെന്നോ ഇത് ഓർഡർ ചെയ്തു കഴിച്ചു എന്നൊക്കെ പറയുന്നതും കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെന്നില്ല. കാര്യം സ്റ്റീക്ക് എന്ന് പറയുന്നത് സംഭവം എന്തിൽ വരാം, വേണമെങ്കിൽ കമ്പ്യൂട്ടർ സ്റ്റീക്ക് എന്നുള്ള വാക്കാണ് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് വിചാരിച്ചോ, അത് എന്തിലും വരാം. മാർക്കറ്റിൽ പോയാലും എന്ത് മീറ്റ് കിട്ടും, റെസ്റ്റോറൻറ്റിൽ പോയാലും കിട്ടും, മാർക്കറ്റിൽ പോയാലും കിട്ടും, പക്ഷേ രണ്ടല്ലേ. കമ്പ്യൂട്ടറിന് അത് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യമേ ഇതിൽ കണ്ടോ റെസ്റ്റോറൻറ്റ് എന്ന വാക്ക് ഇതിൽ എവിടെയും പറഞ്ഞിട്ടില്ല ഈ സ്ക്രിപ്റ്റിൽ. കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല റെസ്റ്റോറൻറ്റിനെ കുറിച്ചാണ് പറയണതെന്ന്. റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ആണെന്ന് പറഞ്ഞാലേ കമ്പ്യൂട്ടറിന് അത് വെച്ചൊരു പ്രോബ്ലം കൊടുത്താൽ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാദ്യം എന്ത് സ്ട്രക്ചർ വെച്ച് വേണം ഐഡൻറ്റിഫൈ ചെയ്യണമെന്നും ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അതാണ് സെലക്ടിങ് ആൻ ഇനിഷ്യൽ സ്ട്രക്ചർ. അപ്പോൾ സെലക്ടിങ് കാൻഡിഡേറ്റ് നോളജ് സ്ട്രക്ചേഴ്സ് ടു മാച്ച് എ പർട്ടിക്കുലർ പ്രോബ്ലം സോൾവിങ് സിറ്റുവേഷൻ. അതിന് എന്തൊക്കെ അപ്രോച്ചാണ്. ഇൻഡെക്സ് ദ സ്ട്രക്ചർ ഡയറക്ട്ലി ബൈ ദ സിഗ്നിഫിക്കൻറ്റ് ഇംഗ്ലീഷ് വേർഡ്സ്. അപ്പോൾ ഇവിടെ ആണെങ്കിലും ആദ്യം പറയണം എന്താണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും മെൻഷൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ജോൺ ഫ്ലൂ ടു ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും കമ്പ്യൂട്ടറിന്, ഒരു പ്ലെയിൻ ഉപയോഗിച്ചേ പോകാൻ പറ്റുമെന്ന്. ഓക്കെ, ഇനി അടുത്ത കൺസിഡർ ഈച്ച് മേജർ കൺസെപ്റ്റ് ആസ് എ പോയിൻ്റ് ടു ഓൾ ഓഫ് ദ സ്ട്രക്ചേഴ്സ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഇപ്പോൾ സ്റ്റീക്ക് എന്നുള്ള സംഭവം വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, റെസ്റ്റോറൻറ്റിലും ആവാം, ഷോപ്പിങ്ങിൻ്റെ ആവാം. അപ്പോൾ ഏതാണെന്നുള്ളത് നമ്മൾ പോയിൻ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അടുത്ത എന്ത് വരും, ലൊക്കേറ്റ് വൺ മേജർ ക്ലൂ ഇൻ ദ പ്രോബ്ലം ഡിസ്കഷൻ ആൻഡ് യൂസ് ഇറ്റ് ടു സെലക്ട് ഇനിഷ്യൽ സ്ട്രക്ചർ. വേറെ ഏതെങ്കിലും ഒരു ക്ലൂ ഉപയോഗിച്ച് എന്ത് ചെയ്യണം, ഒരു ഇനിഷ്യൽ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ നോക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, റിവൈസിങ് ദ ചോയ്സ് വെൻ നെസസറി. വൺസ് വി ഫൈൻഡ് എ കാൻഡിഡേറ്റ് നോളജ് സ്ട്രക്ചർ വി മസ്റ്റ് അറ്റംപ്റ്റ് ടു ഡു എ ഡീറ്റെയിൽഡ് മാച്ച് ഓഫ് ഇറ്റ് അഗെയിൻ ടു ദ പ്രോബ്ലം അറ്റ് ഹാൻഡ്. ഇനി ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അതിനായിട്ട് ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്ന തരത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ചൊക്കെ റിവൈസ് ചെയ്യേണ്ടി വരും നമ്മൾ ആദ്യം കൊടുക്കുന്ന ഇനിഷ്യൽ സ്ട്രക്ചറിൻ്റെ ചോയ്സ്. ഡിപ്പെൻഡിങ് ഓൺ ദ റെപ്രസെൻറ്റേഷൻ വി ആർ യൂസിങ്, ദ ഡീറ്റെയിൽസ് ഓഫ് ദ മാച്ചിങ് പ്രോസസ് വിൽ വേരി. ഇറ്റ് മേ റിക്വയർ വേരിയബിൾസ് ടു ബി ബൗണ്ട് ടു ഒബ്ജക്ട്സ്. ഇറ്റ് മേ റിക്വയർ അട്രിബ്യൂട്ട്സ് ടു ഹാവ് വാല്യൂസ് കമ്പയർഡ്. വാല്യൂസ് ഒക്കെ കമ്പയർ ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും. ദ പ്രോസസ്സിംഗ് ഓഫ് ഇനിഷ്യേറ്റിംഗ് എ സ്ട്രക്ചർ ഇൻ പർട്ടിക്കുലർ സിറ്റുവേഷൻ ഓഫൻ ഡസ് നോട്ട് പ്രോസസ് സ്മൂത്ത്ലി. ചിലപ്പോൾ നമുക്ക് ഇറ്റ് ഈസ് ഓപ്പൺ നോട്ട് നെസസറി ടു അബൌണ്ട് ദ എഫോർട്ട് ആൻഡ് സ്റ്റാർട്ട് ഓവർ. ദർ ആർ വെറൈറ്റി ഓഫ് തിങ്സ്. ഇടയ്ക്ക് സ്റ്റക്കായിപ്പോയി എന്തൊക്കെ ചെയ്യാം. സെലക്ട് ദ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ദ കറണ്ട് സ്ട്രക്ചേഴ്സ് ആൻഡ് ഡു കറസ്പോണ്ട് ടു സിറ്റുവേഷൻ മാച്ച് ദം അഗെയിൻസ്റ്റ് ദ കാൻഡിഡേറ്റ് ഓൾട്ടർനേറ്റീവ്സ്. വേണ്ട ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. മേക്ക് ആൻ എക്സ്ക്യൂസ് ഫോർ ദ കറണ്ട് സ്ട്രക്ചേഴ്സ് ഫെയിലിയർ കണ്ടിന്യൂ ടു യൂസ് ഇറ്റ്. ചിലപ്പം നമുക്ക് വീണ്ടും അതേ ഒരു ലോജിക്കിൽ പോയാലും ചിലപ്പോൾ ഉത്തരം കിട്ടുമായിരിക്കും. പിന്നെ റെഫർ ടു സ്പെസിഫൈഡ് stored links between structures to suggest new directions in which to explore. If the knowledge structure is stored in an easy hierarchy, travels upward in it until a structure is found that is sufficiently general and does not conflict with the evidence. അപ്പോൾ ഇപ്പോൾ സ്റ്റക്കായി പോയാൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ റിവൈസ് ചെയ്യാം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നാലാമത്തെ കാര്യം എന്താണ്, ഫ്രെയിം പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the whole problem of representing the facts that change as well as those do not is known as the frame problem. ഇപ്പോൾ നമ്മളൊരു റോബോട്ടിക്സിൻ്റെ കാര്യം എടുക്കുകയാണ്. റോബോട്ട് നമുക്ക് വീട്ടിലെ ഓരോ മുറിയിൽ നിന്ന് അടുത്ത മുറിയിലോട്ട് മാറാൻ പറയുമ്പോൾ ചില കാര്യങ്ങൾ ആ മുറിയിൽ ചേഞ്ച് ചെയ്യും, പക്ഷേ ചില കാര്യങ്ങൾ ഡേറ്റ കൊടുക്കുന്നത് ചേഞ്ച് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഏതൊക്കെ ഡേറ്റ ചേഞ്ച് ചെയ്യും, ഏതൊക്കെ ഡേറ്റ ചേഞ്ച് ചെയ്യില്ല എന്നുള്ള കൺഫ്യൂഷൻ വരുന്നതിനാണ് കമ്പ്യൂട്ടറിന് വരുന്നതിന് എന്ത് പറയുന്നത്, ഫ്രെയിം പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. റോബോട്ട് വേൾഡിൽ ദർ മൈറ്റ് ബി എ ടേബിൾ വിത്ത് എ പ്ലാന്റ് ഓൺ ഇറ്റ് അണ്ടർ ദ വിൻഡോ. സപ്പോസ് വി മൂവ് ദ ടേബിൾ ടു സെൻറ്റർ ഓഫ് ദ റൂം, വി മസ്റ്റ് ഓൾസോ ഇൻഫർ ദാറ്റ് ദ പ്ലാന്റ് ഈസ് നൗ ഇൻ ദ സെൻറ്റർ ഓഫ് ദ റൂം ടു ബട്ട് ദ വിൻഡോ ഈസ് നോട്ട്. അപ്പോൾ ഒരു പ്ലാന്റ് പ്രകാശം വരുന്ന തരത്തിലായിരിക്കും നമ്മൾ വച്ചിരിക്കുന്നത്. പക്ഷേ അത് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, കമ്പ്യൂട്ടറിനടുത്ത് ടേബിൾ മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുന്ന പ്ലാന്റും കൂടെ കമ്പ്യൂട്ടർ മാറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടി വരും. ഇനി അങ്ങനത്തെ റീസണിങ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, systems make use of explicit set of axioms called frame axioms ഉപയോഗിച്ച് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അതെന്താണ് പറയുന്നത്, ഏതൊക്കെ വാല്യൂസ് ആണോ ചേഞ്ച് ചെയ്യാത്ത ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ നടന്നത് അതിനെപ്പറ്റി പറയുന്ന ആക്സിയംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രെയിം ആക്സിയംസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ റോബോട്ടിക്സിൽ ഉപയോഗിക്കുന്ന സംഭവമാണിത്. ഇനി അടുത്തൊരു ഓൾട്ടർനേറ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ടു മേക്ക് ദ അസംഷൻ ദാറ്റ് ഓൺലി തിങ്സ് ദാറ്റ് ചേഞ്ച് ആർ ദ തിങ്സ് ദാറ്റ് മസ്റ്റ്. ഇനി ചേഞ്ച് ചെയ്യുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ കാര്യങ്ങളാണ് അത് മസ്റ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഈസ് ഐദർ റിക്വയർഡ് എക്സ്പ്ലിസിറ്റ്ലി ബൈ ദ ആക്സിയംസ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ഓപ്പറേറ്റർ ഓർ ദാറ്റ് ഇറ്റ് ഫോളോസ് ലോജിക്കലി ഫ്രം സം ചേഞ്ച് ദാറ്റ് ഈസ് അസർട്ടഡ് എക്സ്പ്ലിസിറ്റ്ലി. ദിസ് ഐഡിയ ഓഫ് സർക്കംസ്ക്രൈബിങ് ദ സെറ്റ് ഓഫ് അൺയൂഷ്വൽ തിങ്സ്, അങ്ങനെയും ചെയ്യാം. ചില കാര്യങ്ങൾ മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു പ്രോബ്ലത്തിൻ്റെ ഉത്തരമായിട്ട് അതൊന്നും മാറാൻ പറ്റത്തില്ല എന്നുള്ളതിൽ കണ്ടീഷൻസിലും കൊടുക്കാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഇത് ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ട് എന്ത് പറയുന്നത്, ഇഷ്യൂസ് ഇൻ നോളജ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിന് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ മോളിൽ എഴുതിയിട്ടുണ്ട് വാട്ട് ഡു വി ഹാവ് ടു ചേഞ്ച് ടു അൺഡു ദ എഫക്റ്റ് ഓഫ് മൂവിങ് ദ ടേബിൾ. അതെങ്ങനെ രണ്ടാമത്തെ സോൾവ് ചെയ്യാം. ഡു നോട്ട് മോഡിഫൈ ദ ഇനിഷ്യൽ സ്റ്റേറ്റ് ഡിസ്ക്രിപ്ഷൻ ആയിട്ടുള്ള മോഡിഫൈ ദ ഇനിഷ്യൽ സ്റ്റേറ്റ് ഡിസ്ക്രിപ്ഷൻ ആസ് അപ്രോപ്രിയേറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമുക്കിതിന് എത്ര ലെങ്തിലായിട്ടാണെങ്കിലും പറയാം, മിനിമം ഇത്രയും പോയിൻറ്റ്സ് എങ്കിലും എഴുതാൻ നോക്കണം ഇഷ്യൂസ് ഇൻ നോളജ് റെപ്രസെൻറ്റേഷൻ ചോദിച്ചാൽ. പക്ഷേ നിങ്ങളുടെ നോട്ടിൽ, മറ്റേ പ്രിൻറ്റഡ് നോട്ടിൽ വേറൊരു തരത്തിലാണ് എഴുതിയിരിക്കുന്നത്, പാറ്റേഴ്സണിൽ വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സെക്ഷനെങ്കിലും നിങ്ങൾ എഴുതണം, റെഫറൻസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെ റിച്ചിലെയാണ്, കെവിൻ നൈറ്റിൻ്റെ എലൈൻ റിച്ചിൻ്റെയും ആർട്ടിഫിഷ്യൽ ടെക്സ്റ്റ് എന്നാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പോർഷൻസ് ഇതോടെ ഏതാണ്ട് തീർന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി പ്രോബ്ലംസിലും യൂണിഫിക്കേഷൻ അൽഗോരിതത്തിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ.